കാര്യത്തിൽ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വൈജാത്യം വെച്ച് പുലർത്തുന്ന ഒരു സമൂഹം. പക്ഷേ ഇന്ത്യക്കാരെന്ന നിലക്ക് ഒറ്റക്കെട്ടായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിന്റെ മുഖമുദ്ര തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ്. ഇങ്ങനെയുള്ള ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സാമ്പത്തികമായ, സാംസ്കാരികമായ, വൈജ്ഞാനികമായ, സുരക്ഷാപരമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഈ വൈജാത്യം വെച്ചു പുലർത്തുന്നതോടൊപ്പം തന്നെ പൊതുകാര്യങ്ങളിൽ ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്ന, പാരസ്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. നമുക്കൊക്കെ അറിയാം, വൈദേശിക ആധിപത്യത്തിൽ നിന്നും 1947 ആഗസ്റ്റ് 15 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെയും വായു ശ്വസിക്കണമെന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന് മുമ്പും അതിനുശേഷവും ഈ വൈജാത്യങ്ങൾ വെച്ച് പുലർത്തുന്നതോടൊപ്പം വളരെ സൗഹാർദ്ദത്തോടെ, പാരസ്പര്യത്തോടെ ഈ രാജ്യത്തിലെ ജനത ജീവിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞുപോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ചരിത്രത്തിന്റെ വിവിധ താളുകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന, കാര്യസ്ഥനായിരുന്ന, മന്ത്രിയായിരുന്ന പൂർണ്ണയ്യയെ കുറിച്ച് വിമർശിക്കാൻ ചരിത്രകാരന്മാർക്ക് സാധ്യമല്ല. മങ്ങാട്ടച്ചൻ എന്ന ഹാസ്യ സാമ്രാട്ടിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സഹകാരിയായിരുന്ന, സന്തത സഹചാരിയായിരുന്ന കുഞ്ഞായൻ മുസ്ലിയാരെ വിസ്മരിക്കാൻ കഴിയുന്നില്ല. സാമൂതിരി രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന കുഞ്ഞാലി മരക്കാരെ വിസ്മരിക്കാൻ ചരിത്രത്തിന് കഴിയില്ല. സാമൂതിരി രാജാവ് ഒരുപാട് പള്ളികൾ നിർമ്മിക്കുകയും പള്ളികൾക്ക് ഗ്രാന്റ് നൽകുകയും ചെയ്തിരുന്നു എങ്കിൽ മറുഭാഗത്ത് ടിപ്പു സുൽത്താനെ പോലെയുള്ള ആളുകൾ ക്ഷേത്രങ്ങൾക്ക് സംഭാവനകൾ നൽകിയതായി ചരിത്ര വിദ്യാർത്ഥികൾക്ക് കണ്ടെത്താൻ കഴിയും. കാസർഗോഡ് ജില്ലയിൽ തന്നെ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരുപാട് കോട്ടകളുണ്ട്. അവിടെയൊക്കെ ശിവന്റെയോ അല്ലെങ്കിൽ ഗണപതിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈന്ദവ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങൾ കൂടിയുള്ളതാണ്. അത്തരം കോട്ടകൾ എന്നത് ഈ ഭാഗമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യനായിരുന്ന മമ്പുറം തങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. മഹാനായ മമ്പുറം തങ്ങളുടെ കാര്യസ്ഥൻ കോന്തു നായർ ഹൈന്ദവ സഹോദരനായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെ പഴയകാലത്ത് ഈ രാജ്യത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവരുടെ ജാതീയമായ, മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വെച്ചു പുലർത്തുന്നതോടൊപ്പം തന്നെ പൊതുകാര്യങ്ങളിൽ ഐക്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ നാട്ടിൽ നടക്കുന്ന ഒരുപാട് ആളുകൾ ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്താറുണ്ട്. ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനം നടത്തുന്നതോടൊപ്പം ബാബരിസ്വാമിയുടെ പള്ളിയിൽ പ്രദക്ഷിണം ചെയ്യുക എന്നത് അവർക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. നിങ്ങൾക്കറിയില്ല, ഒരുപാട് നമ്മുടെ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ മഞ്ചേശ്വരത്തൊരു മാടാ ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവം നടക്കുമ്പോൾ അതിന്റെ തുടക്കമെന്ന നിലക്ക് വസങ്കടി സോട്ട മുസ്ലിം പള്ളിയിലേക്ക് അവിടുത്തെ ആചാര്യന്മാർ ചെന്നുകൊണ്ട് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മുസ്ലിങ്ങളെ ഉത്സവ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് അവിടെ ഉത്സവ പരിപാടികൾ ആരംഭിക്കുന്നത്. തൊട്ടടുത്ത് നമ്മുടെ ബന്തെടുക്ക കുറ്റിക്കോൽ പഞ്ചായത്തിലെ കുറ്റിക്കോലിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തില് ഉത്സവത്തിന് അവിടെ വെടിക്കെട്ട് നടക്കുമ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നും അങ്ങനെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ ആദ്യമായി ആ വെടിക്കെട്ട് നടക്കുമ്പോൾ അതിന് തീ കൊളുത്തേണ്ടത് ഒരു മുസ്ലിമാണ്. മാലിക് ദീനാർ ഉറൂസ് നടന്നപ്പോ പൊലിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ആളുകൾ അവിടെ ചെന്ന് പഴയകാലത്ത് നടന്നിരുന്ന ആചാരം പുനഃസ്ഥാപിച്ചതായി നാം പത്രങ്ങളിൽ വായിച്ചു. ഞാനിത് പറയുന്നത്, ഇങ്ങനെ പഴയകാലം മുതലേ നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ ഉത്സവങ്ങളിൽ, നമ്മുടെ വീടുകളിലെ പരിപാടികളിൽ എല്ലാവരും പരസ്പരം സംഘടിക്കുകയും പരസ്പരം ക്ഷണിക്കുകയും
എത്താൻ കഴിയും. എനിക്ക് എന്റെ അനുഭവത്തിൽ എന്ന് പറയാൻ കഴിയും. എന്റെ തറവാട്ട് വീട്ടിൽ 55ഓളം വർഷം